നമസ്കാരം. റോഡ് അപകടങ്ങളിൽ പെടുന്ന ആളുകൾക്ക് ഇനി മുതൽ സർക്കാർ ധനസഹായം നൽകുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇൻഫോർമേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ PM റാഹത്ത് എന്ന് പറയുന്ന ഏറ്റവും പുതിയ സ്കീം പ്രകാരം വാഹനാപകടങ്ങളിൽ പെടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് 1.5 ലക്ഷം രൂപ വരെ സർക്കാർ ധനസഹായം നൽകും. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് PM റാഹത്ത് സ്കീം എന്ന് പറയുന്ന ഈ ഒരു സ്കീം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റോഡ് ആക്സിഡന്റിൽ പെടുന്ന ആളുകൾക്കുള്ള ധനസഹായം എന്ന് പറയുന്ന സമയത്ത് അത് ലഭിക്കാനായിട്ട് എന്തൊക്കെ ക്രൈറ്റീരിയയാണ്, എന്തൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് ഉള്ളത്, ഇത് എല്ലാവർക്കും ലഭിക്കുമെങ്കിൽ തന്നെ അത് ഏത് തരത്തിലാണ് ഈ ഒരു ധനസഹായം നമുക്ക് ലഭിക്കുന്നത്, അങ്ങനെയുള്ള പല സംശയങ്ങളും ഈ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടാകും. ഈ സംശയങ്ങൾക്ക് എല്ലാമുള്ള മറുപടിയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്കീമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു ഏറ്റവും പുതിയ കേന്ദ്ര സർക്കാർ സ്കീം വരുന്നതോടുകൂടി ജനങ്ങൾ വാഹനാപകടങ്ങളിൽ പെടുന്ന സാഹചര്യത്തിൽ അവർക്ക് വലിയ സാമ്പത്തിക ഭാരം അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തരത്തിൽ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് സർക്കാർ അവർക്ക് സഹായവുമായി എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബോസോല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ്. PM റാഹത്ത് സ്കീം എന്താണ്? PM റാഹത്ത് RAHAT, അതായത് റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്യൂർഡ് ട്രീറ്റ്മെന്റ് സ്കീം. ഇതിന്റെ സെന്റൻസിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റോഡ് ആക്സിഡന്റിൽ പെടുന്ന ആളുകൾക്ക് ഹോസ്പിറ്റലൈസേഷന് ആവശ്യമായി ബന്ധപ്പെട്ട ചെലവുകൾ വഹിക്കുന്ന ഒരു പദ്ധതിയാണ് PM RAHAT അല്ലെങ്കിൽ റാഹത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോഡ് ആക്സിഡന്റിൽ പെടുന്ന ആളുകൾക്ക് പണത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. നമുക്കറിയാം, പലപ്പോഴും ഒരു റോഡ് അപകടം നടന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ അപകടത്തിൽ പെടുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ബാക്കിയുള്ള ആളുകൾ വിമുഖത കാണിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ആശുപത്രിയിലേക്ക് ഒരാളെ നമ്മൾ കൊണ്ടുപോയാൽ അവരുടെ ചെലവ് നമ്മൾ വഹിക്കേണ്ടതായിട്ട് വരുമോ, അത് വലിയ രീതിയിലുള്ള ചെലവ് നമുക്കുണ്ടാകും. അത്തരത്തിലുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾക്ക് റോഡിൽ അവരുടെ ജീവൻ പൊലിയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് അപകടം നടന്ന് ഇമ്മീഡിയറ്റ്ലി അവർക്ക് ഈ ഒരു കാരണം കൊണ്ട്, പണമില്ല എന്ന കാരണം കൊണ്ട് ഒരാൾക്കും അവരുടെ ജീവൻ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഡിഫക്റ്റ് അവർക്ക് സംഭവിക്കാനോ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു സ്കീം ആരംഭിച്ചത്. ഈ സ്കീം പ്രകാരം പ്രധാനമായിട്ടും ഉള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആക്സിഡന്റിൽ പെടുന്ന ആളുകൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് എമർജൻസി ട്രീറ്റ്മെന്റ് ലഭ്യമാകും. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ ഒരു പുതിയ സ്കീം അപ്ലിക്കബിൾ ആണ്. വാഹനാപകടം നടക്കുന്നത് എവിടെയായാലും, അത് നാഷണൽ ഹൈവേയിലാവട്ടെ, സ്റ്റേറ്റ് ഹൈവേയിലാവട്ടെ, അതല്ല നോർമൽ നമ്മുടെ ലോക്കൽ റോഡുകളിലാവട്ടെ, ഇത്തരത്തിൽ എവിടെ വാഹനാപകടം സംഭവിച്ചാലും ഈ ഒരു സ്കീം പ്രകാരം നമുക്ക് സൗജന്യ ട്രീറ്റ്മെന്റ് ലഭിക്കും. ആക്സിഡന്റ് നടന്ന ദിവസം തൊട്ടുള്ള സമയം തൊട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിരിക്കും. സോ എന്തുകൊണ്ടാണ് ഈ ഒരു നിയമം ഗവൺമെന്റ് കൊണ്ടുവന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ചികിത്സ ലഭ്യമാവാത്തത് കൊണ്ട് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു അപകടം നടന്ന് ഏറ്റവും പെട്ടെന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അവരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കണം, അവർക്ക് ട്രീറ്റ്മെന്റ് ലഭിച്ചിരിക്കണം. ഈ ഒരു മണിക്കൂറിന് പറയുന്നത് ഗോൾഡൻ അവർ എന്നാണ്. ഈ ഒരു ഗോൾഡൻ അവറിനുള്ളിൽ തന്നെ ഈ ഒരു അപകടം നടന്ന ആൾക്ക് ചികിത്സ കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അതല്ലെങ്കിൽ അവർക്ക് പെർമനന്റ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ സാധ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപകടത്തിൽപ്പെടുന്ന ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുന്ന ആൾക്ക് ഇവരുടെ ചെലവൊന്നും വഹിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അത് ഈ ഒരു സ്കീം പ്രകാരം നടന്നുകൊള്ളും. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഇതുമൂലം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. പെർ വിക്ടിമിന്, അതായത് അപകടത്തിൽപ്പെടുന്ന ഓരോരാൾക്കും 1.5 ലക്ഷം രൂപ വരെയുള്ള ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഗവൺമെന്റ് PM റാഹത്ത് വഴി ഉറപ്പ് നൽകുന്നു. അപകടം നടന്ന ദിവസം മുതൽ 7 ദിവസം വരെയാണ് ഈ ഒരു സ്കീം പ്രകാരം വിക്ടിമിന് ഇതിന്റെ നേട്ടം ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ അല്ലാത്ത കേസുകൾക്ക് 24 മണിക്കൂർ വരെ സ്റ്റെബിലൈസേഷൻ കെയറും ലഭിക്കുന്നു. അതുമാത്രമല്ല ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളുകൾക്ക് 48 മണിക്കൂർ വരെയുള്ള കെയറും ലഭ്യമാണ്. ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് സൗജന്യമായിട്ടാണ്. അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള എമൗണ്ടും ഇനീഷ്യലി ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ട സാഹചര്യമില്ല എന്നതാണ് ഈ ഒരു പദ്ധതി പ്രകാരം ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന്. PM റാഹത്ത് സ്കീം പ്രകാരം നമുക്ക് 1.5 ലക്ഷം രൂപയോളമാണ് സഹായം ലഭിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ പലപ്പോഴും നമുക്ക് ഒരു അപകടം പറ്റുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപ കൊണ്ട് ഒതുങ്ങാൻ പറ്റാത്ത ചില സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എന്താണ് പോംവഴി? സ്വാഭാവികമായിട്ടും ഒരു ഇൻഷുറൻസ് എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെ? അവിടെയാണ് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് നിങ്ങളെ സഹായിക്കുന്നത്. പ്രതിമാസം വെറും 595 രൂപയുടെ പ്രീമിയത്തിൽ 1 കോടി രൂപയുടെ കവറേജ് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾക്ക് നൽകുന്നു. കൂടാതെ 99.7% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ഇതിനകത്തുണ്ട്. കൂടാതെ 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഉറപ്പ് നൽകുന്നു. അതുകൂടാതെ ആദ്യത്തെ 1 വർഷത്തെ പ്രീമിയത്തിന് 15% ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. നിങ്ങൾ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് വാങ്ങാം. ഇനി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്കീം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് നമുക്ക് പരിശോധിക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അപകടം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ 112 എന്ന് പറയുന്ന എമർജൻസി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക എന്നുള്ളതാണ്. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഔദ്യോഗികമായിട്ടുള്ള എമർജൻസി റെസ്പോൺസ് കോൺടാക്ട് നമ്പറാണ് 112. അപകടത്തിൽപ്പെട്ട ഉടനെ തന്നെ ഈ ഒരു നമ്പറിൽ, അതായത് അപകടത്തിൽപ്പെട്ട ആളുകളുടെ ബൈസ്റ്റാൻഡർക്കോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾക്കോ ഈ നമ്പറിൽ വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ള ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റലിന്റെ ആംബുലൻസ് സർവീസുമായിട്ട് ഈ ഒരു വിളിച്ച ആൾ കണക്ട് ചെയ്യപ്പെടുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഈ ആംബുലൻസ് വന്ന് അപകടം നടന്ന ആളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പോലീസ്, ആംബുലൻസ്, അതുപോലെ തന്നെ ആശുപത്രി ഇവയെല്ലാം തമ്മിലുള്ള ഒരു കോർഡിനേഷനാണ്. എന്തിനായിട്ട്? ഈ ഒരു അപകടത്തിൽപ്പെട്ട ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പ് നൽകുക എന്ന പ്രോസസ്സിനായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് കോർഡിനേഷനാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഒരു സ്കീം പ്രകാരം നമുക്ക് ക്ലെയിം വെരിഫൈ ചെയ്യുന്നതിനായിട്ട് ആദ്യം വേണ്ടത് പോലീസിന്റെ ഒരു വെരിഫിക്കേഷൻ ആണ്, ഒരു ഒതന്റിഫിക്കേഷൻ ആണ്. അതായത് അപകടം നടന്നതിന് ശേഷം എന്താണ് അപകടം നടന്നത്, എന്താണ് അവിടെ സംഭവിച്ചത്, എത്രത്തോളം ക്രിട്ടിക്കൽ ആണ് ഈ അപകടം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ് കൊടുക്കുന്ന ഒരു വെരിഫിക്കേഷൻ, ഒരു ഒതന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കീം ഉപയോഗിക്കുന്നത് ഒരു ഡിജിറ്റൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ്. അതായത് അപകടം റിപ്പോർട്ട് ചെയ്യാനും ക്ലെയിം പ്രോസസ്സ് ചെയ്യുന്നതിനായിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫണ്ട് വഴിയാണ് ആശുപത്രികൾക്ക് റീഇംബേഴ്സ്മെന്റ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വാഹനം ഇൻഷുർഡ് ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി അഥവാ ഇൻഷുറൻസ്, അപകടത്തിൽപ്പെട്ട വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ചികിത്സാ ചെലവ് ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ വർഷം ഫെബ്രുവരിയിൽ, അതായത് ഈ മാസമാണ് ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. റോഡ് അപകടങ്ങളിൽപ്പെട്ട് ആളുകൾക്ക് ജീവൻ പൊലിയാതിരിക്കുക, അതുപോലെ തന്നെ ആളുകളുടെ ജീവന് കൂടുതൽ വില കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്തതിനായിട്ടാണ് PM റാഹത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്കീം സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത്. ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. ഒഫീഷ്യൽ ഗവൺമെന്റ് അനൗൺസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തെയും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. സോ നിങ്ങൾ എപ്പോഴും ലോക്കൽ അതോറിറ്റിയുമായിട്ടും അതുപോലെ തന്നെ ആശുപത്രിയുമായിട്ടും നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുക. ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ എപ്പോഴും പിന്തുടരുക. ഈ വീഡിയോ സർക്കാരിന്റെ ഒരു അഡ്വൈസിനെയും റീപ്ലേസ് ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് 1.5 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, ഒരു അപകടം നടന്ന ഉടനെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ 1.5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരുമോ? അങ്ങനെയല്ല ഇത് പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, റോഡ് അപകടങ്ങളിൽ അല്ലാതെ ഉണ്ടാകുന്ന ഇഞ്ചുറികൾക്ക് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല. സോ എന്താണ് PM റാഹത്ത് സ്കീം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. കേന്ദ്ര സർക്കാർ 2026 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഇംപ്ലിമെന്റ് ചെയ്ത ഏറ്റവും പുതിയ പദ്ധതിയാണ് PM റാഹത്ത്. വളരെ പുതിയ ഒരു സ്കീം ആയതുകൊണ്ട് തന്നെ കൂടുതൽ അപ്ഡേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊണ്ടുവരുന്നതേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റ് വന്നാൽ തീർച്ചയായിട്ടും ആ അപ്ഡേറ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റോഡ് അപകടങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ സാമ്പത്തിക പരാധീനതകൾ മൂലം അവർക്ക് ഒരിക്കലും ചികിത്സ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നതാണ് ഈ ഒരു പദ്ധതി പ്രകാരം പബ്ലിക്കിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം എന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. ബോസ്വാല മലയാളം ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.